ഹായ് എവരി വൺ. ഇന്ന് നമ്മളൊരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ വർഷങ്ങളായിട്ട് CCNA റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈവൻ CCNPക്കാരോട് പോലും ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് VLAN എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അതായത് VLAN എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ട്രങ്ക് പോർട്ട് എന്താണ്, ആക്സസ് പോർട്ട് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ഡയഗ്രാം കാണുന്നുണ്ടാവും. ഇതിൽ ഈ ഡയഗ്രത്തിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ PC1 പിങ് PC2 വൈ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് PC1-ൽ നിന്നും PC2-ലേക്ക് പിങ് ചെയ്യാൻ പറ്റുമോ, എന്തുകൊണ്ട്? അത് വേറെ രീതിയിലും ചോദിക്കാം. ഓർ ജസ്റ്റിഫൈ യുവർ ആൻസർ, അതായത് നമ്മൾ പിങ് ചെയ്യാൻ പറ്റും എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് പിങ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ പറയണം. ഇനി പിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആൻസർ എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം. ഈഫ് യെസ് വൈ ആൻഡ് ഈഫ് നോ വൈ, അതായത് എന്തുകൊണ്ടാണ് പിങ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിങ് നടക്കാൻ പാടില്ലാത്തത്, പിങ് നടക്കാത്തത് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡയഗ്രം ഇതാണ്. നമുക്ക് രണ്ട് സ്വിച്ച് ഉണ്ട്. സ്വിച്ച് 1 ഉണ്ട്, സ്വിച്ച് 2 ഉണ്ട്. നമ്മൾ ഇത് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ഡയഗ്രം നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സ്വിച്ച് 1 സ്വിച്ച് 2 ഉണ്ട്. സ്വിച്ച് 1ഉം 2ഉം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇനി സ്വിച്ച് 1-ൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഇത് ഈ സ്വിച്ച് 1-ൻ്റെ ഒന്നാമത്തെ പോർട്ടാണെന്ന് വിചാരിക്കുക, ഇത് രണ്ടാമത്തെ പോർട്ടാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒന്നാമത്തെ പോർട്ടിൽ ഒരു PC ആണ്, ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കമ്പ്യൂട്ടറിന് 1.1.1.1 എന്ന് പറയുന്ന IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ സബ്നെറ്റ് മാസ്ക് /24 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ സ്വിച്ചിൻ്റെ ഒന്നാമത്തെ പോർട്ട് ഇത് VLAN 10-ലാണ്. ഓക്കെ, VLAN 10-ലാണ്. നമ്മൾ ഡയഗ്രം കാണിക്കുന്നവർ VLAN 10-ലാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പോർട്ട് VLAN 10-ലാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സ്വിച്ച് 2-ലും ഇതേമാതിരി തന്നെ രണ്ട് പോർട്ടുകളുണ്ട്. ഒന്നാമത്തെ പോർട്ട് ഇതാണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ പോർട്ട് ഇതാണെന്ന് വിചാരിക്കുക. ഈ സ്വിച്ച് 2-ൻ്റെ രണ്ടാമത്തെ പോർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, PC2 കണക്ട് ചെയ്തിട്ടുണ്ട്. PC2-ൻ്റെ IP അഡ്രസ്സ് സെയിം റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 1.1.1.2 ആണ് കൊടുത്തിരിക്കുന്നത്, /24 സെയിം റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ സ്വിച്ച് 2-ൻ്റെ ഒന്നാമത്തെ പോർട്ട് വരുന്നത് VLAN 20-ലാണ്. ഓക്കെ, രണ്ടാമത്തെ പോർട്ട് വരുന്നത് VLAN 20-ലാണ്. അതായത് PC1 ഉള്ളത് VLAN 10-ലാണ്, PC2 ഉള്ളത് VLAN 20-ലാണ്. ഇതാണ് നമ്മുടെ ടോപ്പോളജി. അപ്പോൾ ടോപ്പോളജി നിങ്ങൾ നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്തായിരിക്കും നമ്മളിതിൻ്റെ ആൻസർ കാണുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്തായിരിക്കും ഇതിന് ആൻസർ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളും എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളിതിൻ്റെ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആൻസർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം സ്റ്റുഡൻസും ഇതിൻ്റെ ആൻസർ പറയാം PC1 കനോട്ട് പിങ് PC2 എന്നാണ്. കാരണം റീസൺ എന്താണ്, ഈ PC1 ഉള്ളത് VLAN 10-ലാണ്, PC2 ഉള്ളത് VLAN 20-ലാണ്. നമ്മൾ ബേസിക് ലെവലിൽ നമ്മൾ പഠിച്ചത് രണ്ട് ഡിഫറെൻറ്റ് VLANകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ്റർ VLAN കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അതിന് ഒരു L3 ഡിവൈസ് വേണം, ലെയർ 3 ഡിവൈസ് വേണം, റൂട്ടർ വേണം, അല്ലെങ്കിൽ മൾട്ടി ലെയർ സ്വിച്ച് വേണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ പറയാം ഈ പിങ് സക്സസ്ഫുൾ ആയിരിക്കില്ല എന്നുള്ളതാണ്.
സക്സസ്ഫുൾ ആവാത്തതിൻ്റെ റീസൺ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അധികം സ്റ്റുഡൻസും പറയാറ് കാരണം ഇവർ വേറെ വേറെ VLAN-ലാണ്, ഡിഫറെൻറ്റ് VLAN-ലായതുകൊണ്ട് ബൈ ഡിഫോൾട്ടായിട്ട് ഡിഫറെൻറ്റ് VLAN-കൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഇതാണ് ആൻസർ. പക്ഷേ ആൻസർ ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് പിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. PC1 ക്യാൻ പിങ് PC2 എന്നുള്ളതാണ്. ഓക്കെ, പിങ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറയേണ്ട ഏതാണ്? യെസ് ആണ്. യെസ് ആണ് ആൻസർ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ പിങ് നടക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധാരണ സ്വിച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർട്ട് ട്രങ്ക് പോർട്ടായിട്ടാണ് കോൺഫിഗർ ചെയ്യുക. പക്ഷേ ഇവിടെ ഈ പോർട്ടിനെ നമ്മൾ ട്രങ്ക് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്തിട്ടില്ല. ഇത് ഇപ്പോഴും ആക്സസ് പോർട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ ആക്സസ് പോർട്ട് ആണെങ്കിലും ഇവിടെയുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും VLAN 10-ലാണ്, നേരെ മറിച്ച് ഇവർ രണ്ടുപേരും VLAN 20-ലുമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ പോർട്ടിനെ ആക്സസ് പോർട്ടാക്കി വെച്ചത് കൊണ്ടാണ് ശരിക്കും എന്താവുന്നത്? ഇത് പിങ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രങ്കിങ്ങിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവും. ട്രങ്ക് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആക്സസ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രങ്ക് പോർട്ടിലൂടെ എന്ത് ഡാറ്റ പോവുകയാണെങ്കിലും അത് ടാഗ് ചെയ്തിട്ടാണ് പോവുക, VLAN-ൻ്റെ ടാഗ് ആഡ് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, നേരെ മറിച്ച് ആക്സസ് പോർട്ട് കൂടെ പോകുന്ന സമയത്ത് എന്തുണ്ടാവില്ല? ടാഗ് ഉണ്ടാവില്ല എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അപ്പോൾ PC1 എന്ന് നമ്മൾ പിങ് ചെയ്തു വിചാരിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്, ഇതുവരെയുള്ളതൊക്കെ ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. PC1 നമ്മൾ പിങ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു പാക്കറ്റ് ജനറേറ്റഡ് ആവും. കളർന്ന് മാറ്റാം. ഓക്കെ, പിങ് ഡെസ്റ്റിനേഷൻ IP 1.1.1.1.1.2 സോഴ്സ് IP 1.1.1.1. ഈ ഒരു പാക്കറ്റ് ഉണ്ടായി, ഈ PC1-ൽ ജനറേറ്റ് ചെയ്തു. അപ്പോൾ PC1 നിന്ന് ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഇത് സ്വിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് നമുക്കറിയാം ലെയർ 2 ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ പാക്കറ്റിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ എതർനെറ്റ് പോർട്ടിനകത്ത് കൂടെ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് എതർനെറ്റിൻ്റെ ഹെഡർ അറ്റാച്ച് ചെയ്യും, ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സും, അതായത് ലെയർ 2 ഹെഡർ അറ്റാച്ച് ചെയ്യും. ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സും സോഴ്സ് മാക് അഡ്രസ്സും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവിടെ PC1-ൻ്റെ മാക് അഡ്രസ്സ് A ആയിരുന്നു എന്ന് വിചാരിക്കുക, PC2-ൻ്റെ മാക് അഡ്രസ്സ് B ആയിരുന്നു എന്ന് അസ്യൂം ചെയ്യാം. അപ്പം നമുക്ക് സോഴ്സ് മാക് അഡ്രസ്സ് A ആയിരിക്കും. ഇനി ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ഇയാൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിൽ നമ്മൾ ARP-നെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ARP വർക്ക് ചെയ്യണം ഇവിടെ ഈ PC-യിൽ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മാക് അഡ്രസ്സ് എത്രയാണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ARP റിക്വസ്റ്റ് ജനറേറ്റ് ആവും അല്ലേ. ഇതിപ്പോൾ ARP-ൻ്റെ ഒരു ഡാറ്റയാണെന്ന് വിചാരിക്കുക. ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ARP-ൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് ARP-ൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഇതെന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് അയക്കും. അതായത് FFFF.FFFF.FFFF എന്ന് പറയുന്ന അഡ്രസ്സ് ആയിരിക്കും. സോഴ്സ് മാക് അഡ്രസ്സ് A ആയിരിക്കും. എന്നിട്ട് ഈ ഡാറ്റേനെ ഈ PC-യിൽ നിന്നും ഈ പോർട്ടിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഈ സ്വിച്ചിൽ ഇതും VLAN 10 ആണ്, ഇതും VLAN 10 ആണ്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ലോജിക്ക് എന്താണ്? ഒരു ബ്രോഡ്കാസ്റ്റ് വന്നു, VLAN 10-ൽ നിന്നും ഒരു ബ്രോഡ്കാസ്റ്റ് വന്നു, അതിനെ VLAN 10-ൻ്റെ എല്ലാ ഇൻ്റർഫേസിലേക്കും സെൻഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ ഇൻ്റർഫേസിലേക്ക് സെൻഡ് ചെയ്യപ്പെടുമല്ലോ.
അപ്പോൾ ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതും ഒരു ആക്സസ് പോർട്ട് തന്നെയാണ്. ഒരിക്കലും ടാഗ് അറ്റാച്ച് ചെയ്യാണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ സെൻഡ് ചെയ്യുന്നത്. സാധാരണ ഒരു ഫ്രെയിം ആയിട്ടാണ് ഇതിനകത്ത് കൂടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പോർട്ടിനകത്ത് കൂടെ ഇത് ഈ സ്വിച്ചിലെത്തും. കാരണം ഇത് ജസ്റ്റ് ഒരു വയറാണ്, ഓക്കെ, ഒരു കേബിളാണ്. ഓക്കെ, ഇതിനകത്ത് കൂടെ ഡാറ്റ സഞ്ചരിച്ച് ഈ സ്വിച്ചിലെത്തും. അപ്പോൾ ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം, സ്വിച്ച് 2നെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇൻഡിവിജ്വലായിട്ട് നോക്കുന്ന സമയത്ത്, ഈ സ്വിച്ചിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഈ പോർട്ടിനകത്ത് കൂടെ ഒരു ഡാറ്റ വന്നു. അത് VLAN, ഈ പോർട്ടിനെ ഇയാൾ VLAN 20യിലാണ് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇയാൾ എന്ത് ചെയ്യും, VLAN 20യിലുള്ള എല്ലാ പോർട്ടിനകത്തേക്കും ഇത് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പോർട്ടിനകത്തേക്കും ആ ഡാറ്റ പോവും. ഓക്കെ, അപ്പം അങ്ങനെ ഈ ARP റിക്വസ്റ്റ് ഈ ഡിവൈസിലെത്തി. ഇതേപോലെ തന്നെ ഇതിൻ്റെ റിപ്ലൈ ഇതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു പോകും. ഓക്കെ, ഇതിൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത് VLAN 20യിൽ നിന്ന് ഇയാൾ പാസ് ചെയ്ത് ഈ പോർട്ടിലൂടെ വന്നു, ഈ പോർട്ടിലൂടെ വന്നു ഇപ്പം ഇത് ഈ ഒരു ഡാറ്റ അങ്ങ് പോകുമ്പോഴത്തേക്കും എൻ്റെ മാക് അഡ്രസ്സ് ഈ സ്വിച്ചും എൻ്റെ മാക് അഡ്രസ്സിൽ ചെയ്തത് എന്ന് പറയുന്ന മാക് അഡ്രസ്സ് ഉള്ളത് എൻ്റെ ഒന്നാമത്തെ പോർട്ടിലാണ്. ഇത് ഒന്നാമത്തെ പോർട്ട്, ഇത് രണ്ടാമത്തെ പോർട്ട്, ഇത് ഒന്നാമത്തെ പോർട്ട്, ഇത് രണ്ടാമത്തെ പോർട്ട്. അതേപോലെ തന്നെ എന്നുള്ള മാക് അഡ്രസ്സ് ഇയാൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒന്നാമത്തെ പോർട്ടിലാണെന്ന് പറഞ്ഞിട്ട് ലേൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ച് ARPൻ്റെ റിപ്ലൈ വരുമ്പോഴത്തേക്കും B എന്ന് പറയുന്ന മാക് അഡ്രസ്സ് എൻ്റെ രണ്ടാമത്തെ പോർട്ടിലുണ്ട് എന്നുള്ളത് ഇവർ ലേൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ റിപ്ലൈ വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. വന്നു, സെയിം ലോജിക്ക് അനുസരിച്ചിട്ട് വന്നത് VLAN 2ൻ്റെ ഇൻ്റർഫേസ് കൂടിയാണ്. ഈ സ്വിച്ച് VLAN 2ൻ്റെ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഇതിനകത്തേക്ക് അത് സെൻഡ് ചെയ്യും. ഇവിടെ നോക്കുന്ന സമയത്ത് അതിൻ്റെ റിപ്ലൈ പോകുന്നത് യൂണിക്കാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എന്ന് പറയുന്ന മാക് അഡ്രസ് ഇവിടെ ഓൾറെഡി ഒന്നാമത്തെ പോർട്ടിൽ ലേൺഡ് ആയിട്ടുണ്ട്. അത് ഈ പോർട്ടിനകത്ത് കൂടെ വരും. ഇപ്പോൾ പോർട്ടിനകത്ത് കൂടെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ VLANൻ്റെ ടാഗ് അറ്റാച്ച് ആവുന്നില്ല, ഇത് ആക്സസ് പോർട്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അയാൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഇത് VLAN 10ലാണ് ഇയാൾ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് സ്വിച്ച് 1ൻ്റെ ഈ പോർട്ട് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് ഏത് VLANലാണെന്നുള്ളത് സ്വിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ VLAN അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും എന്താണ് ലോക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ആ ലോജിക്ക് അനുസരിച്ച് സ്വാഭാവികമായിട്ട് ARPൻ്റെ റിപ്ലൈ എടുത്തു. ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് B ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിം ലോജിക്ക് അനുസരിച്ചിട്ട് ഈ ഡാറ്റ ഇതിനകത്ത് കൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ലാബ് ചെയ്ത് നോക്കാൻ വേണ്ടി സെയിം ടോപ്പോളജി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിയൽ ലാബുള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു 2 സ്വിച്ചും 2 കമ്പ്യൂട്ടറും മാത്രം മതി ഇത് ലാബ് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി അതല്ല റിയൽ ലാബ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പാക്കറ്റ് ട്രേസർ വെച്ചിട്ട് ലാബ് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ GNS3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, GNS3 വെച്ചിട്ട് ലാബ് ചെയ്യുക. അല്ലെങ്കിൽ EvenG എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അങ്ങനെ പല പല സിമുലേഷൻ ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ലാബ് ചെയ്ത് നോക്കുക. പാക്കറ്റ് ട്രേസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പറയുന്ന മാതിരി തന്നെ ഈ ARP റിക്വസ്റ്റ് പോകുന്നതും ARP റിപ്ലൈ വരുന്നതും അതിനുശേഷം ശരിക്കുള്ള റിയൽ ഡാറ്റ പോകുന്നതും വരുന്നതും സ്വിച്ച് മാക് അഡ്രസ് ലേൺ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാനും പറ്റും. ഓക്കെ, അപ്പം ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അത് രേഖപ്പെടുത്തുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.